ഹായ്. പ്രകൃതി തന്റെ കലാവിരുത് ഏറ്റവും മനോഹരമായി പ്രദർശിപ്പിക്കുന്ന ശരത്കാലത്തിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയുടെ നിറപ്പകിട്ടുള്ള വിടവാങ്ങൽ എന്നു വേണമെങ്കിൽ ഫാൾ സീസണെ പറയാം. വേനലിന്റെ തീക്ഷ്ണതയിൽ നിന്ന് മയങ്ങി തണുപ്പേറിയ ഒരു പുതപ്പിനായി പ്രകൃതി ഒരുങ്ങുന്ന ഈ സമയം കാഴ്ചകൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നമ്മെ വിസ്മയിപ്പിക്കുന്നു. സൂര്യന്റെ നേരിയ ചൂടും തണുത്ത കാറ്റും ചേർന്ന ശരത്കാലം സഞ്ചാരികളുടെയും കവികളുടെയും പ്രിയപ്പെട്ട സീസണാണ്. ശരത്കാലത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് വർണ്ണവിസ്മയം തീർക്കുന്ന ഇലകൾ തന്നെയാണ്. പച്ച മാറി മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, തവിട്ട് എന്നിങ്ങനെ പലതരം നിറങ്ങളിൽ വൃക്ഷങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കലാകാരൻ വരച്ച ചിത്രത്തിന് സമാനമാണിത്. മരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ഇലകൾ ഭൂമിയെ വർണ്ണാഭമായ ഒരു പരവതാനി പോലെ മൂടുന്നു. ഇലകളുടെ ഈ മാറ്റം പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനായി ഒരുങ്ങാനുള്ള പ്രകൃതിയുടെ സന്ദേശമായി നമുക്ക് കണക്കാക്കാം. ശരത്കാലത്തെ കാലാവസ്ഥ വളരെ സുഖകരമാണ്. പകൽ സമയങ്ങളിൽ വേനലിന്റെ ചെറിയ ചൂട് നിലനിൽക്കുമെങ്കിലും രാത്രികളിലും അതിരാവിലെയും തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. മൃദുലമായ കാറ്റ് വീശി തുടങ്ങുന്നതോടെ ആളുകൾ കമ്പിളി വസ്ത്രങ്ങൾ പുറത്തെടുക്കുന്നു. ചൂടുള്ള ചായയും കാപ്പിയും മറ്റു പാനീയങ്ങളും ആസ്വദിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണിത്. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേകതരം ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും. അത് ഉണങ്ങിയ ഇലകളുടെയും വിളവെടുപ്പിന്റെയും ഒക്കെ മണമാണ്. ശരത്കാലം വിളവെടുപ്പിന്റെ ആഘോഷം കൂടിയാണ്. പാടങ്ങളിലും തോട്ടങ്ങളിലും പഴങ്ങളും പച്ചക്കറികളും സമൃദ്ധമായി വിളവെടുക്കുന്നു. പല രാജ്യങ്ങളിലും ഈ സമയത്താണ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഉത്സവങ്ങളും നടക്കുന്നത്. മത്തങ്ങ ഈ സീസണിലെ ഒരു പ്രധാന പ്രതീകമാണ്. ഹാലോവിൻ പോലുള്ള ആഘോഷങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. വിളവെടുപ്പിനു ശേഷം വയലുകൾ ശുദ്ധമാവുകയും അടുത്ത വളർച്ചയ്ക്കായി ഭൂമി ഒരുക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ശരത്കാലം വെറുമൊരു സീസൺ മാത്രമല്ല, അത് പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു പരിവർത്തനം കൂടിയാണ്. ഈ സീസൺ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഓരോ അവസാനവും പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുമെന്നുമാണ്. ശരത്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച എന്താണ്? ഇലകളുടെ നിറമാറ്റമാണോ അതോ തണുത്ത കാറ്റാണോ? ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.